ഒരു തരത്തിലുള്ള ആത്മാർത്ഥത ഇല്ലടോ. സൗഹൃദം, ദാമ്പത്യം എല്ലാം കണക്കാ. ഒക്കെ നമ്മൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചിട്ട് എന്താ പറയുക, ഒരു സിഗ്മ മെയിലായിട്ടോ അല്ലെങ്കിൽ ഒരു സിഗ്മ ഫീമെയിലായിട്ടോ ഒക്കെ ചെയ്യുന്ന ഭൂരിഭാഗം അങ്ങനെ ഒന്നല്ല. ഒരു കളി എന്നുള്ള അങ്ങനെ ഒരു രീതിയിലുള്ള പുരുഷന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സ്ത്രീകളുടെ കാഴ്ചപ്പാട് എന്തോന്നൊന്നും എനിക്കറിയില്ല. ഈ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനോ തൃപ്തിപ്പെടാനോ പൊരുത്തപ്പെട്ട് പോവാനോ പറ്റൂല. പുരുഷന്റെ ഒരു ഘടന, അതല്ലെങ്കിൽ പുരുഷന്റെ ചിന്താഗതി. രക്തങ്ങളെ, ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രണയം എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയല്ലേ സത്യത്തില്? അങ്ങനെയല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയല്ല ഇപ്പം ഈ ഒരു സെഞ്ചുറിയിൽ ഈ ജനറേഷനിലുള്ള ആളുകളൊക്കെ ഓടിപ്പോകുന്നത് ആ ഒരു റേഞ്ചിലല്ലേ? കാരണം ഇപ്പൊ ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നമുക്ക് ഉദാഹരണം വെച്ച് നോക്കാം. ഞാൻ ആ സ്ത്രീനെ അധിക രീതിയിൽ ആ സ്ത്രീ മാത്രമാണ് ഇങ്ങനെയെന്നോ അതല്ലെങ്കിൽ ആ സ്ത്രീ തന്നെയാണ് ഇങ്ങനെയെന്നോ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഇരിക്കവേ ഭൂമിയിൽ, അതായത് ഇപ്പൊ മലയാള മണ്ണിലാണെങ്കിലും അതല്ലെങ്കിൽ ലോകത്ത് ഏത് മുക്കിലും മൂലയിലും ഏത് ഭൂഖണ്ഡത്തിലുള്ള മനുഷ്യന്മാരാണെങ്കിലും പ്രണയിക്കുന്ന ആളുകളുണ്ടോ? അതിക്കാലത്തും അല്ലെങ്കിൽ മനുഷ്യന് വിചാരങ്ങളും വികാരങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ ഈ ചിന്തകളുടെ ഒക്കെ ഒരു എന്താ പറയാ ആ ചിന്തകൾക്കൊക്കെ വെളിച്ചം വെക്കുന്ന ഒരു സമയം മനുഷ്യന്റെ ഉത്ഭവകാല തൊട്ട് തന്നെ ഈ പ്രണയം എന്ന് പറഞ്ഞ ഫീലിങ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ എല്ലാവരും പ്രേമിക്കുന്നുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിന്റെ അടുത്ത് എന്താണ് ശരിക്കും ആത്മാർത്ഥ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നമുക്കത് ആസ്വദിക്കാനൊന്നും പറ്റൂല കേട്ടോ. ഇന്നത് ആസ്വദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. പക്ഷെ നിങ്ങൾക്ക് എന്റെ പങ്കാളികളുടെ അടുത്തുള്ളത് ഏതെങ്കിലും തരത്തിലൊരു അട്രാക്ഷൻ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ഒരു കാമം പോലുള്ള എന്തെങ്കിലും ഫീലിങ്സ് ആണോ? അല്ലെങ്കിൽ ഇപ്പം ഈ ആത്മാർത്ഥ പ്രണയമൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയോ എന്താണോ അതിന്റെ ഫീലിംഗ് ഒന്നും, ഒരു അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു വ്യക്തി എന്താണ് അയാൾക്ക് കിട്ടുന്നതെന്നും അയാൾ എന്താണ് ആസ്വദിക്കുന്നതെന്നും അയാൾക്ക് ആ ഒരു പ്രണയബന്ധങ്ങൾക്ക് കൊണ്ടുണ്ടാവുന്ന ഒരു മനസ്സിന്റെ സുഖം, സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ കൂടെ ഒരു വ്യക്തിയെങ്കിലും ഒരു വ്യക്തി നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെന്നുള്ള ഒക്കെ ഒരു കാഴ്ചപ്പാടിലൊക്കെ ആയിരിക്കുമല്ലോ അല്ലെ? ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ ഉദാഹരണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരാള് മുല്ലപ്പൂവാണ്. നമ്മുടെ മെയിൻ ദ ക്യൂൻ ഓഫ് എന്താ പറയാ അതിന് ഈ ക്യൂട്ട്നെസിന്റെ രാജകുമാരി. ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് വാരി വിതർന്ന ഒരു സാധനമാണല്ലോ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ പോയിട്ട് അതിട്ടുന്ന ക്യൂട്ട്നെസ് ഒക്കെ എന്താ പറയാ പുറത്ത് ഭയങ്കര തരംഗമായിരിക്കും സൃഷ്ടിക്കുന്നത്. എന്റെ ഫാൻസ് ഒക്കെ ആറാടും എന്നൊക്കെ വിചാരിക്കുന്നത്. പുറത്തിറങ്ങിയാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇവിടെ ഉദാഹരണം എടുത്ത് പറയാനുള്ള ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ, അത് ജാസ്മിനാണ്. കാരണം ഈ ജാസ്മിന് മാത്രമാണ് അങ്ങനെയെന്നോ അല്ലെങ്കിൽ ജാസ്മിന് മാത്രമാണ് ഇങ്ങനെയെന്നോ ആ ഒരു ഇതിലല്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്ത്രീയെന്നോ അല്ലെങ്കിൽ ഒരു പുരുഷനെന്നോ അത് അങ്ങനെ പറയല്ലോ. ഒരു ഉദാഹരണമാകുമ്പം ഇപ്പൊ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതി ഞാൻ പറഞ്ഞത്. അപ്പൊ ജാസ്മിൻ ഉണ്ടായിട്ടുള്ള ഒരു പ്രണയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ജാസ്മിൻ ഉണ്ടായിട്ടുള്ള പ്രണയങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ജാസ്മിന് ഈ യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ത്രീ യൂട്യൂബ് ചാനലിൽ ആ ചാനലൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് അതിനുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്സ് 1 മുതൽ സിയാദിക്ക, നമുക്കതേ അറിയുള്ളൂ. അതിന് മുമ്പോ ഇനിയിപ്പോ അതിന്റെ ശേഷമോ അതൊന്നും നമുക്ക് അറിയുന്ന വിഷയമല്ല. സിയാദിക്ക, മുന്നക്ക, അഫ്സലിക്ക, ഇങ്ങനെ കുറെ കാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ അടുത്തൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവാനും അതിന് സ്റ്റാർട്ടിങ് ഉണ്ടാവാനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇവർ പിരിഞ്ഞിട്ടുണ്ടാവാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഈ അഫ്സൽ ഖാന്റെ അടുത്തുള്ള ഒരു പ്രണയം ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയപ്പോൾ ഞാൻ വേറെ ഏതോ യൂണിവേഴ്സിലാണ്, ഇനി എനിക്ക് ഭൂമിയിലുള്ള ഗ്രാമവാസീസിന്റെ അടുത്തൊന്നും യാതൊരു ബന്ധവും ഇല്ലേ എന്നുള്ള രീതിയിൽ ഈ സ്ത്രീക്ക് ഗബ്രീന്റെ അടുത്ത് എന്തോ പ്രണയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ഫീലിങ്സ് തോന്നി. ഇല്ലാന്നൊന്നും പറയാൻ നിൽക്കാൻ ആർക്കും പറ്റൂലല്ലോ. ഇപ്പൊ ഞാൻ ഈ ഒരു സ്ത്രീന്റെ വിഷയം പറയാൻ വേണ്ടിയിട്ടല്ലോ ഈ വീഡിയോ ചെയ്യുന്നത്. പറഞ്ഞു വരുമ്പോൾ അതങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു കൺക്ലൂഷൻ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളൊരു ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ട. ഇപ്പം ഈ ഗബ്രിന്റെ പിക്ചർ എടുത്തിട്ട് മരിച്ചുപോയ ആരോ നമ്മളെ വേർപ്പിട്ട് എന്നേക്കുമായി വേർപിരിഞ്ഞു പോലുള്ള ആളുകളെ പോലെയൊക്കെ തന്നെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ആ ഒരു എന്താ പറയുക ഫോട്ടോനോട് കരഞ്ഞു പറഞ്ഞ് തേങ്ങുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ സ്ത്രീ അതിനുള്ളിൽ ചെയ്യുന്നത്. അപ്പം ഈ സ്ത്രീക്ക് മുമ്പുണ്ടായിരുന്ന ഈ അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിന്റെ അടുത്ത് എന്ത് തരത്തിലുള്ള ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഈ സ്ത്രീന്റെ പ്രേമം അതല്ലെങ്കിൽ ഈ സ്ത്രീക്ക് പ്രേമമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ കാമം പോലുള്ള എന്തെങ്കിലും സംഗതികളാണോ? അല്ലെങ്കിൽ ഈ സ്ത്രീനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ ആ സ്ത്രീനെ പോലെ ചിന്തിക്കുന്ന മറ്റ് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് ഈ പ്രേമിക്കുന്നത്? ഒന്നെങ്കിൽ ഇപ്പം അയാൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ഉന്നതിയിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അയാളെടുത്ത് സമ്പത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭയങ്കര സൗന്ദര്യം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരിക്കും ഈ പറയുന്ന ആളുകളൊക്കെ. അവരെക്കാളൊക്കെ ബെറ്ററായി തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഗബ്രീന്.
ഞാൻ ആ സ്ത്രീന്റെ വിഷയം വിടുക, ഞാൻ പറഞ്ഞ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അപ്പൊ ആരെങ്കിലും ഒരാൾ പ്രേമിക്കുമ്പം ഇന്നത്തെ ആത്മാർത്ഥ പ്രണയമൊക്കെ എന്താ പറയാ, അല്ലെങ്കിൽ ഈ പ്രണയത്തിന്റെ ഫീലിങ്സ് ഇതൊക്കെ മനസ്സിലാക്കാനും, അതല്ലെങ്കിൽ ഈ പ്രണയം അതുപോലെ തന്നെ ഇന്നത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടേന്, അതൊന്നും ആരും കാണലൊന്നുമില്ല. അതായത് ഇപ്പം എന്താ പറയാ, ഈ മഹത്തായ പ്രണയം എന്ന രാജ്യത്തേക്ക് ഒരു ദുഷ്ടരാജ്യത്തിന്റെ, അതായത് കാമം എന്ന ദുഷ്ടരാജ്യത്തിന്റെ അഭിനിവേശം നടന്നുകൊണ്ടേ നിൽക്കുകയാണ്. ആത്മപ്രണയങ്ങൾക്കൊക്കെ മരിക്കാനുള്ള നേരവും ആയിട്ടുണ്ട്. അതാണിപ്പം ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ സ്ത്രീനെ പോലെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ വേറെ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഞാൻ ഈ പ്രണയിക്കുന്നതിന് എതിർപ്പ് ഒന്നും എനിക്കില്ല. ഞാൻ ഒരു നിഷ്പക്ഷനാണ് ആ ഒരു കാര്യത്തിൽ. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഒരു മഹാവൃത്തികെട്ടൊരു ഫീലിങ്സ് എന്നുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാനും പ്രണയിച്ചിട്ടുണ്ട്, ഞാനും പ്രണയം വാങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പ്രണയമൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസം തന്നെ ആയിരിക്കും. അപ്പം കുറെ ആളുകൾ പ്രണയിക്കുമ്പം അവരുടെയൊക്കെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു കൗതുകമാണ് ഒരു പുരുഷൻക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീന്റെ അടുത്ത് ഒരു പുരുഷനക്ക് തോന്നുന്നതോ, ഒരു പുരുഷനക്ക് ഒരു സ്ത്രീന്റെ അടുത്ത് തോന്നുന്നതോ ഒക്കെ ഇന്നത്തെ കാലത്തിലെ പ്രണയത്തിലോട്ട് മുട്ടിച്ച് നോക്കുമ്പോൾ ഉണ്ടാവുന്നത് ഒരു കൗതുകം മാത്രമാണ്. അല്ലാതെ അതിൽ മുകളിലോട്ട് ഒന്നുമില്ല ഇന്നത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ എന്തോ കണ്ടിട്ട്, അതല്ലെങ്കിൽ ഇപ്പം ഒരു പുരുഷനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പുരുഷനക്ക് ഈ ആത്മപ്രണയങ്ങളൊക്കെ ഉണ്ടാവാൻ കുറച്ച് പ്രയാസമാണ്. ഇല്ല എന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഭൂരിഭാഗം അങ്ങനെ ഒന്നല്ല. ഒരു കളി എന്നുള്ള അങ്ങനെ ഒരു രീതിയിലുള്ള പുരുഷന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സ്ത്രീകളുടെ കാഴ്ചപ്പാടും തോന്നുന്നു എനിക്കറിയില്ല. അതിന്റെ കൂടെ തന്നെ പുരുഷന്മാരുടെ ചിന്താഗതി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മാത്രം ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം കേട്ടോ. എല്ലാവർക്കും അതിനോട് യോജിപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഈ കമന്റ് ബോക്സിലേക്ക് ഇത് ആരെയും കാണുന്നുണ്ടെങ്കിൽ കരയാൻ നിൽക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഈ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനോ തൃപ്തിപ്പെടാനോ പൊരുത്തപ്പെട്ട് പോവാനോ പറ്റൂല. പുരുഷന്റെ ഒരു ഘടന, അതല്ലെങ്കിൽ പുരുഷന്റെ ചിന്താഗതി, ശൈലി അതങ്ങനെയാണ്. അത് ഏതൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ഇക്കാലഘട്ടത്തിലുള്ള പുരുഷന്മാരാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ്. മുമ്പുള്ള കാലങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷൻ നമുക്കൊന്ന് അല്ലെങ്കിൽ നാം ഒന്ന് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് മരിച്ചു പോയ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇക്കാലത്തേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലടേ. ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്ന് മാത്രമേ എനിക്ക് ഉപമിക്കാനോ. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ വിസർജിക്കുക, നമ്മുടെ ശരീരം പല രീതിയിലും വിസർജിക്കുന്നത്. ഒന്നാമത് നമ്മുടെ കാഷ്ടം, അല്ലെങ്കിൽ വിയർപ്പ്, അല്ലെങ്കിൽ നമ്മുടെ മൂക്കള, അല്ലെങ്കിൽ ഈ ചെവിന്ന് പോണ ചെപ്പി, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇങ്ങനെ ഈ ഓരോ രീതിയിലുള്ള വിസർജനം പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വിസർജ്യമാണ് ഈ പ്രണയം എന്ന് പറഞ്ഞുള്ള ആ ഒരു ഫീലിങ്സ്. അത് മനസ്സിൻ്റെ കാഷ്ടാനടേ. അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഇന്നത്തെ ബന്ധങ്ങളിൽ, അത് ഏത് ബന്ധമാണെങ്കിലും ശരി, ഞാൻ മനസ്സിലാക്കണതാണ് അതെൻ്റെ മാത്രം ഇതാണ്, അതല്ലാതെ അത് തന്നെയാണ് ശരി എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. അങ്ങനെയല്ലാതെ തന്നെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഇന്നിപ്പം മാതൃത്വമാണെങ്കിലും പിതൃത്വമാണെങ്കിലും സാഹോദര്യത്താണെങ്കിലും ഒന്നിനും ഒരു തരത്തിലുള്ള ആത്മാർത്ഥത ഇല്ലടോ. സൗഹൃദം, ദാമ്പത്യം എല്ലാം കണക്കാ. ഒക്കെ നമ്മൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചിട്ട് എന്താ പറയുക, ഒരു സിഗ്മ മെയിലായിട്ടോ അല്ലെങ്കിൽ ഒരു സിഗ്മ ഫീമെയിലായിട്ടോ ഒക്കെ ജീവിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ വെറുതെ ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒലിപ്പിച്ച് അയ്യോ നമുക്ക് അവരുണ്ടല്ലോ നമുക്ക് ഇവരുണ്ടല്ലോ ഇതെൻ്റെ നേലാണല്ലോ അവരെൻ്റെ ഞരമ്പിലൂടെ ഓടുന്ന ചോരയാണെന്നല്ലോ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടൊന്നും വേണ്ടേ. അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക. ഇനിയുള്ള കാലത്ത് ഒരു കാര്യം കൂടി, ഈ ഒരു ഇതിൻ്റെ കൂടുതൽ ഇനിയുള്ള കാലത്ത് വല്ലാതെ അധ്വാനിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാതെ അതിനെ കൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരിക്കലും ഈ അന്നൊന്നിങ്ങനെ പണിയെടുത്ത് ജീവിക്കുക, അതുകൊണ്ട് എന്താ പറയുക, ഒരു തരത്തിൽ സംതൃപ്തി ഇല്ല, അത് തൃപ്തിപ്പെട്ട് മാത്രം ജീവിച്ച് പോവുക, അത് വേറെ കണ്ടന്റാണ്. ഞാൻ ഇതിൻ്റെ കൂടുതൽ പറയുന്നില്ല. ഏതെന്നാലും പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിക്കുന്ന ആളുകൾ ആസ്വദിക്കുന്നുണ്ട്, ഇതുപോലെ പല പ്രണയങ്ങളും ആസ്വദിക്കുന്നുണ്ട് ഒരേ സമയം. അല്ലെങ്കിൽ എന്താ പറയുക, ഒരാളെ അല്ലെങ്കിൽ ആത്മാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ഓരോരുത്തരും എന്താ പറയുക ചിന്താഗതികളാണ്. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പല വ്യവസ്ഥകൾ ഈ പ്രണയത്തോട് ഇപ്പോൾ പറഞ്ഞുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ സാമൂഹ്യത്തിൻ്റെയും പല രീതിയിലുള്ള പല നന്മ കലർന്ന വ്യവസ്ഥകളും ഇതുപോലെയുള്ള പല ആളുകളും എന്താ പറയുക ഓരോ ബാഡ് മെസ്സേജ് ഒക്കെ കൊടുത്തിട്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ ഈ പ്രണയം അതല്ലെങ്കിൽ ഈ ദാമ്പത്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ബന്ധങ്ങൾ മാതൃത്വ പിതൃത്വ സഹോദരത്വ സൗഹൃദം എന്താണെന്നുണ്ടെങ്കിലും ഒക്കെ കണക്കാണെന്ന് ഞാൻ പറയാനുള്ള കാരണം അത് എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേട്ടോ. ഞാനത് എങ്ങനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും സമൂഹത്തിന് ഇന്നത്തെ കാലത്ത് ഒരു ഗുണവും ഇല്ല, അതും വേണ്ട എന്നുള്ളൊരു കാഴ്ച ഒരു അർത്ഥത്തിലും ഞാൻ പറയുന്നില്ല.
ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയുള്ളൊരു ഇതും എനിക്കില്ല. പക്ഷെ ഈ ഇത്രത്തോളം പഠിച്ച ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏതൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അതൊക്കെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളതാണെന്ന് ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും വന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പം ഏതായാലും ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പറഞ്ഞതൊക്കെ ആർക്കെങ്കിലും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവിലുള്ള സംഗതികളാണ്, അല്ലെങ്കിൽ എൻ്റെ മാത്രം എന്താ പറയുക തോട്ട്സ് ആണ്, കാര്യങ്ങളാണ്. അതിനോട് യോജിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അതുകൊണ്ട് കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കരയണമെന്നൊന്നുമില്ല. നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ ഈ അങ്ങനെയുള്ള ആളുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. അത് അല്ലാതെ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ആംഗ്യം കാണിച്ച് മെഴുകി അങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഒക്കെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ.